ചങ്ങായിമാർ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തലയിലൂടെ പാല് വെച്ച വിഷ്ണു എന്ന് പറഞ്ഞ ചങ്ങായി വെറും ഫ്രോഡാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അടിയിൽ കുറെ വിഷ്ണു സ്നേഹികൾ വന്നിട്ട് പറഞ്ഞ് അവൻ ഫ്രോഡൊന്നല്ല, ആ നാട്ടിലെ സൊസൈറ്റിക്കാരെല്ലാം കൂടി അവനെ കുറ്റക്കാരനാക്കുന്നതാണ്, അവൻ നല്ലവനാണെന്നെല്ലാം പറഞ്ഞു. അങ്ങനെയുള്ള വിഷ്ണു സ്നേഹികളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആ നാട്ടുകാർ സൊസൈറ്റിക്കാരൊന്നല്ല ഇപ്പൊ വിഷ്ണുവിനെ പറ്റി പറഞ്ഞത്, വിഷ്ണുവിന്റെ ബന്ധു തന്നെയാണ്. വിഷ്ണു എത്രമാത്രം ഫ്രോഡും എത്രമാത്രം ക്രിമിനലും ആണെന്ന് പറയുന്നത്. ഈ വിഷ്ണു എന്ന് പറഞ്ഞ ഫ്രോഡ് ഉണ്ടല്ല, ആ പാവം ബന്ധുവിനെ അടക്കം പറ്റിച്ചിട്ടാണ് അവിടെ ജീവിക്കുന്നത്. ഈ വീഡിയോ ഇടുന്നതിന്റെ വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. ആ വിഷ്ണു എന്ന് പറഞ്ഞ ചങ്ങായി അവന്റെ ഫേസ്ബുക്കിൽ അവനെ സ്വയം വെളുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വീഡിയോ ഇട്ടോണ്ടിരിക്കുന്നു, നാട്ടുകാരെ മൊത്തം കുറ്റം പറഞ്ഞുകൊണ്ട്. അപ്പൊ അവന്റെ ആ വെളുപ്പിക്കൽ അങ്ങ് നിർത്തി കൊടുക്കുകയും വേണം, പിന്നെ കുറച്ച് വിഷ്ണു സ്നേഹികളെ പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം. പിന്നെ സത്യം അറിയാൻ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവരൊന്നുകൂടി സത്യം മനസ്സിലാക്കും. അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പൊ നമ്മുടെ തലയിലൂടെ പാലൊഴിച്ച് വൈറലായ യുവാവ്, അതായത് നമ്മുടെ യുവ കർഷകൻ വിഷ്ണു ഒരു പക്ക ഫ്രോഡ് ആണ് എന്നാണ് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ കഴിയുന്നത്. അതായത് നാട്ടുകാർക്ക് മാത്രമല്ലാതെ ഇപ്പൊ വീട്ടുകാർക്ക് കൂടെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പക്ക ഫ്രോഡാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഈ ചേട്ടന്റെ പേര് വിജയൻ ചേട്ടൻ എന്നാണ്. ആളൊരു എക്സ് മിലിറ്ററി ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ പേരിലുള്ള 54 അല്ലേ, ഭാര്യയുടെ പേരിലുള്ള 54 സെന്റ് പുരയിടവും അതുപോലെ തന്നെ വീടും അടക്കം ആള് ശരിക്കും കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണെന്നാണ് ചേട്ടൻ പറയാനുള്ളത്. അത് മാത്രമല്ല ആ ഒരു പുരയിടത്ത് കയറാനോ ആദായം എടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല. എല്ലാം നശിപ്പിച്ച് ഓക്കെ, അപ്പൊ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചേട്ടനോട് ചോദിച്ചു മനസ്സിലാക്കാം. ചേട്ടാ ശരിക്കും എന്താണ് സംഭവിച്ചത്? അവൻ എന്റെ കൊച്ചുമോളെ സ്നേഹിച്ച് ഭർത്താവായിട്ട് കഴിയാണ്. അതായത് നിങ്ങളായിട്ട് കെട്ടിച്ചതല്ല? അല്ലല്ല, നമ്മളുമായിട്ട് യാതൊരു അവൻ ഇത് രജിസ്റ്റർ ചെയ്തോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. ഓക്കെ, എനിക്ക് 2 മോൾ, ഒരാണ് ഒരു മോൻ. എന്റെ മോൾ സിദ്ധപ്പല്ല. ഓക്കെ, എന്റെ മോളെ വാങ്ങി ചെയ്ത് അവളെ ഭർത്താവ് മരിച്ചുപോയി. അതിനുള്ളതാണ് ഇവളും ഒരു വാങ്ങിച്ചാണ്. അവൻ പിന്നെ ഇവിടെ ബാംഗ്ലൂർ ജോലി. അവൻ ഇവളുമായിട്ട് ചേർന്ന് പലയിടത്തും വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വന്നിട്ട് കരയും പറയുകയൊക്കെ ചെയ്ത് തന്നത് അമ്മാമ്മ ഇവിടെ താമസിക്കാൻ പറഞ്ഞു. ഞാൻ വാടക കൊടുത്തുന്ന വീടാണ്. അപ്പോൾ അവരെ മാറ്റിയിട്ട് ഇവർക്ക് കൊടുത്ത് ആദ്യമൊക്കെ ഭയങ്കര കാര്യമായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ അമ്മമ്മ ആദ്യമൊക്കെ എൻ്റെ വൈഫിനെയൊക്കെ നടയിലേക്ക് വണ്ടിയിലേക്ക് കൊണ്ടുപോയി അമ്മമ്മ എന്ന് പറഞ്ഞാൽ എന്താ ജീവനായിരുന്നു അമ്മൂപ്പൻ. ഇവൻ കൈ കയറി അവനെ കുറച്ച് പച്ച പിടിച്ചപ്പോൾ കാണാം എല്ലാം സ്വന്തമാക്കാനുള്ള പരിപാടിയാണ്. ഒരു 1500 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം ഉണ്ട്. 4 ബെഡ്റൂം ഉണ്ട്. ആ രീതിക്കുള്ള ഒരു വീടാണ്. 6000 രൂപ എനിക്ക് മാസം ഞാൻ കിട്ടുമായിരുന്നു. കൊടുത്തതാണ്. അത് ഇവർക്ക് തക്കാൻ താമസിക്കാൻ കൊടുത്തു. താമസിക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവൻ ആദ്യം പശു കച്ചവടമായിട്ട് തുടങ്ങി. ചെറുതായിട്ട് പശു കച്ചവടമായിട്ട് തുടങ്ങി. അങ്ങനെ ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ ഞാൻ അവൻ സപ്പോർട്ടായിട്ട് നിന്ന് അവസാനം ഇവൻ പിന്നെ പശു കച്ചവടം തുടങ്ങിയിട്ട് അവിടെയെല്ലാം നമ്മുടെ അതിനൊക്കെ ബൗണ്ടറി തന്നെ ഇതൊക്കെ ഇതുണ്ടല്ലേ നമ്മുടെ കുളംപൊടിയൊക്കെ ഉണ്ടായിരുന്നെ അവിടെയൊക്കെ അങ്ങ് ഇന്റർലോക്ക് ചെയ്ത് കളഞ്ഞു. ഇന്റർലോക്ക് ചെയ്തപ്പോൾ വെള്ളം ഇറങ്ങത്തില്ല, അത് ഉണങ്ങി പോകും. അങ്ങനെ അത് ചെയ്ത് ഇവൻ അവൻ്റെ ശല്യങ്ങൾ കാരണം വാഴയും പശുവും തെങ്ങും തൈയും എല്ലാം നശിപ്പിച്ച് പശുവിനെ കൊണ്ട് കെട്ടിയും വാഴ അരിഞ്ഞിട്ട് കൊടുക്കുകയും എല്ലാം നശിപ്പിച്ചു. ഇവരുമായിട്ട് ഞാൻ സംസാര പ്രശ്നമുണ്ടായി. പിന്നെ പെട്ടെന്നാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഇന്ന പോലെ അവിടെ കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഗേറ്റ് പൂട്ടിയിട്ട് ഈ ഗേറ്റ് കൂടെ കടന്നു വേണം എനിക്ക് അപ്പുറം സെന്റിൽ പോകാൻ. അതിൽ പോകാൻ പറ്റില്ല. സ്വന്തം വസ്തുവിലൂടെ വഴി നടക്കാൻ പോകില്ല. അവർ ഗേറ്റ് അടച്ചിട്ട് പട്ടി തുറന്നു. 3 പട്ടി വളർന്നുണ്ട്. പട്ടി തുറന്നുണ്ട് ഗേറ്റ് ചെന്നാൽ. അതിപ്പം കർഷകർ അവിടെ ചെന്നാലും അതായത് പ്രശ്നം ഉണ്ടായി ചെന്നാലും ഈ പട്ടി അഴിച്ചു വിട്ട് അകത്തിരിക്കുക ചെയ്യുന്നത്. അതെ തന്നെ, ആ പട്ടി അഴിച്ചു വിടും. വലിയ പട്ടി, വലിയ കടിക്കുന്ന പട്ടി, കോമൺ സൈസ് പട്ടി. പിന്നെ നമ്മളെ ഗേറ്റ് എപ്പോഴും പൂട്ടിയിട്ടേക്കും ഗേറ്റ് ഉണ്ട്. ഇപ്പൊ അതിനകത്ത് തേങ്ങ അടക്കാൻ പോലും നമുക്ക് സമ്മതിക്കുന്നില്ല. അതായത് ആദായം എടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അതായത് ചേട്ടന്റെ ഉടമസ്ഥയിലുള്ള ചേട്ടൻ ഞാൻ കര അടയ്ക്കുന്നു. ചേട്ടന്റെ വസ്തുവിൽ കയറാനോ വഴി നടക്കാനോ ഇവൻ ആദായം എടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അതായത് ചേട്ടന്റെ വീടും ഈ പറയുന്ന വിഷ്ണു ഇപ്പൊ താമസിക്കുന്ന വീടും തമ്മിൽ ഒരു മതിലിന്റെ ഒരു ഗ്യാപ്പ് മാത്രമാണുള്ളത്. അപ്പൊ തൊട്ട് ഈ കീഴിൽ കിടന്നിട്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന ആളല്ലേ? അതെ, അങ്ങനെ ഞാൻ കേസ് കൊടുത്തു. പോലീസ് കേസ് കൊടുത്ത് ഇനി എന്തൊക്കെ വേണം പോലീസുകാർ എന്ന് പറഞ്ഞ് ഇപ്പം അവരെ ഒഴിപ്പിക്കാൻ പറ്റില്ല, ഞാൻ ഇത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കോർട്ടിലേക്ക് അവർ കേസ് കോർട്ടിലേക്ക് ചെയ്യും. പോലീസുകാർ എന്ന് പറയുന്നത് ഒഴിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് 3 വീടില്ലേ, ഒരു വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നത്, ബാക്കി ഒഴിഞ്ഞ് വാടക കൊടുത്തിരിക്കുക. അതുകൊണ്ട് അവർ താമസിച്ചോട്ടെ അതെ അതാണ് ശരിക്കും പോലീസുകാരെ കോർട്ടിലേക്ക് ഇതാക്കി. പിന്നെ ഇതൊരു സിവിൽ കേസാണ്. അപ്പം അത് ആ രീതിയിൽ പോകത്തില്ല. ഫാമിലി ബന്ധം കൂടെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ. ഞാൻ പക്ഷേ ആദ്യമൊക്കെ ഓഫീസ് ഇത് കൊടുത്തു, ആദ്യമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നും നടന്നില്ല. ഒരു ഭാഷ കൊടുത്തല്ലോ, പിന്നെ അതിനെ പറ്റി പുറക്കാണില്ല. പിന്നെ ഇത്രയൊക്കെ ചെയ്തിട്ട് കൊച്ചുമകളുടെ ഒരു ഭാഷ എന്താണ്? കൊച്ചുമകളുടെ ഒരു ഇതിനകത്തുള്ള അവന്റെ കൂടെയാണ്. അവന്റെ കൂടെ അതായത് ഈ ഫ്രോഡ് പരിപാടി എല്ലാം ചെയ്യാൻ കൊച്ചുമകളും ശരിക്കും ഇവന് ഏതെങ്കിലും തരത്തിൽ ഉപദ്രവങ്ങൾ ഉണ്ടാക്കി? ഇവൻ ഉപദ്രവങ്ങൾ ഒരിക്കൽ ഞങ്ങൾ അവിടെ കയറി വന്ന് പശു കച്ചവടം അന്ന് ഞാൻ അതിൽ കയറി വന്നു. കയറി വന്നപ്പോൾ ഇവൻ എന്നെ ചീത്ത വിളിച്ചു. വെറും ചീത്ത, വെറും ഫ്രോഡ്. അതായത് മുത്തച്ഛനാണെന്നുള്ള പരിഗണന എന്ത് തറയുന്ന അവൻ അതൊന്നുമില്ല, അവനെ വെറും തറ. പക്ഷെ ഞാൻ ആ സമയത്ത് എനിക്ക് അവനോട് പിടിച്ചിരിക്കുന്ന ആരോഗ്യമില്ല. എനിക്ക് 82 വയസ്സായി. ഞാൻ എൻ്റെ ദേഷ്യത്തിന് ആ സമയത്ത് ഞാൻ അവനെ എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ട് ഞാൻ തട്ടിക്കളഞ്ഞേ. പക്ഷേ ഞാൻ ജയിലിൽ പോയാനെ. പക്ഷേ എൻ്റെ വീട്ടിൽ നോക്കാൻ ആരുമില്ല. ഞാൻ വേണം എൻ്റെ വീടെല്ലാം നോക്കാൻ. എൻ്റെ ഇതിൽ ഉത്തരവാദിത്തമാണ് ഞാൻ വീട് കുടുംബം കഴിയുന്നത്. ഞാനാണ് എൻ്റെ ആൾ, വേറെ ആരുമില്ല.
അങ്ങനെ ഞാൻ സാധിച്ചു. എന്നിട്ട് എൻ്റെ പെണ്ണുമ്പോൾ എന്നെ പിടിക്കാൻ വന്ന വിളിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നപ്പോൾ യവൻ തന്നെ വിളിച്ച് വന്ന് അതാ പിടിച്ച് പത്താളെ പിടിച്ച് പോകുന്ന പറഞ്ഞ് അമ്മ വിളിച്ച് അവൾ വന്ന് അവളെ പിടിച്ച് തള്ളി തറയിട്ട് അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നെ മരുന്ന് വെക്ക് കൊടുത്താണ് തിരിച്ചു കൊണ്ടുപോകുന്നത്. ഈ ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി. അല്ല അപ്പൊ ശരിക്കും വീട്ടിലും പ്രശ്നക്കാരനാണ്. ആണ് അവൻ്റെ ഇവളെയും തൽക്കാലം ഇങ്ങനെ സ്നേഹിച്ച് കുറച്ചുണ്ടാക്കി ഇവളെയും തള്ളി കളഞ്ഞിട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള ഫോണാണ് ആൾ. പോലീസ് എന്താ പറയുക, ഇവർ ഇറക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ കോർട്ടിലേക്ക് ഇത് ചെയ്ത് കേസ് ഫോർവേഡ് ചെയ്തു കോർട്ടിലേക്ക്. അല്ല നിങ്ങൾ ഈ ഭാര്യയെ തള്ളിയിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒരു ക്രിമിനൽ ഓഫീസർ ഒന്നുമില്ല, അവർ ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അത് പരാതി പറഞ്ഞോ നിങ്ങൾ? അത് എൻ്റെ ഭാര്യയുടെയും മിസ്റ്റേക്ക് ഉണ്ട്. അവൾ കാരണം പറഞ്ഞു, അവൾ പറഞ്ഞു എന്നെ പോലെ അല്ലെങ്കിൽ പരാതിയായിട്ട് പോയിട്ടില്ല. പശു കച്ചവടം കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നത് അവിടെ? ഞാൻ ഇടപെടാറില്ല, ഞാനൊന്നും യാതൊരു ഇടപാടും നമുക്കില്ല. അല്ല അവിടെ സ്ഥിരം ആൾക്കാർ വന്ന് പ്രശ്നം വരുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. ചിലർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ചിലർ പശുവിനെ കൊണ്ടുപോയിട്ട് ആ പറഞ്ഞ പാല് കിട്ടാതെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ചിലപ്പോഴൊക്കെ. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇപ്പോൾ ഒരു വിവാദം ഉണ്ടായിരിക്കുകയാണ്. ഈ സൊസൈറ്റിയിലൊക്കെ വന്ന വിഷയം ഉണ്ടായി. ഇതിനകത്ത് ചേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താണ് ഈ ഒരു സംഭവത്തിനകത്ത്? എന്തായിരിക്കും നടന്നിരിക്കുക? എന്നാൽ ഇവൻ പാല് കിടക്കുന്ന കാണാൻ ചിലപ്പം ഞാൻ പറയുന്നതാണ്, പാല് പോയി കൊണ്ടുവന്നിട്ട് ഇവൻ 1-2 നേരത്തെ കൊണ്ടുവരും. രാവിലത്തെ വൈകുന്നേരത്തും എല്ലാം കൂടി കൊണ്ടുവരുമായിരിക്കും. കാരണം എപ്പോഴും രാവിലെ കൊണ്ടുവരത്തില്ലേ, വൈകുന്നേരം കൊണ്ടുവരത്തില്ല, 2 നേരം കറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി അങ്ങനെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം ഈ കൊച്ചുമോൾ ഇതിനോടെല്ലാം സപ്പോർട്ടാണ്? കൊച്ചുമോൾ അവന് സപ്പോർട്ടാണ്, അവൻ്റെ കൂടാണ് ഇതുവരെ. അത് മാറും, അത് മാറാതെ ഇതൊക്കെ ഇവൻ കുറച്ച് പൈസ ഉണ്ടാക്കി ഇവൻ ഞാൻ പറക്കി കിടക്കുന്നതാ ഏട്ടാ. ആ പെണ്ണ് എങ്ങനെ പോകേണ്ട പെണ്ണായിരുന്നു, നല്ല രീതിയിൽ വാങ്ങി കൊണ്ടുവരും. നാട്ടിൽ അവന് ആരുമായിട്ട് ടച്ചുമില്ല. ആ വീട്ടിൽ കയറുക, അവൻ്റെ ഇത് ചെയ്യുക, വേറെ ആരുമായിട്ട് കാര്യം ബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഈ കേസും വഴക്കും സ്ഥിരമുള്ള ആൾ തന്നെ അവൻ. അല്ല, ആരോട് ഇടപെട്ട അവൾ കേസായിട്ട് തന്നെ വരും. ഇടയ്ക്ക് വെച്ച് കല്ലുകുന്ന് മാത്രം അടിയൊക്കെ ഉണ്ടായി. അവൻ ആരാ പിടിച്ചിട്ട് അടിച്ചു കല്ലുകുന്ന്. പോയപ്പോൾ ആരോ പറഞ്ഞു, അതവൻ ചിന്ത ചോദിക്കാൻ അവളെ വിളിച്ചിട്ട് അടിച്ചത്. അപ്പോൾ തലയിലൂടെ പാലൊഴിച്ച് വയലായ വിഷ്ണുവിന്റെ ശരിക്കുള്ള രൂപം ഇതാണ്. ആളെന്ന് പറയുന്നത് പക്കാ ക്രിമിനലാണ്. ഒരുപാട് കേസുകൾ കാര്യങ്ങളുള്ള, അതായത് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു പൊതു ശല്യമായി മാറിയ ഒരു ക്രിമിനലാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്നത്. ഇപ്പൊ ഏറെക്കുറെ എല്ലാവർക്കും സത്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എന്റെ ആദ്യത്തെ വീട്ടിൽ ഈ വിഷ്ണു എന്ന് പറഞ്ഞ ചങ്ങായി ഫ്രോഡാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവനെ ഫ്രോഡ് എന്നല്ല പറയണ്ടേ, അവൻ ക്രിമിനൽ മൈൻഡുള്ള പക്കാ ഫ്രോഡാണ് അവൻ. ചിലപ്പോഴുണ്ടല്ലോ ഈ വീഡിയോ കണ്ടാലും വിഷ്ണു സ്നേഹികൾക്കൊന്നും ബോധ്യം വരില്ല. അവർ ഇതിന്റെ അടിയിലും കമന്റ് ചിലപ്പോൾ ചെയ്യും, വിഷ്ണു എന്ന് പറഞ്ഞ ചങ്ങായിന ആ നാട്ടുകാർ വീട്ടുകാർ എല്ലാം കൂടി കൊടുക്കാൻ നോക്കുന്നതാണ് ഇപ്പോഴും പറയും അവര്. അങ്ങനെ കണ്ണടച്ചിരുട്ടാക്കുന്നവരെ ബോധ്യപ്പെടുത്താൻ എന്നെക്കൊണ്ടോ ആരെക്കൊണ്ടോ കഴിയില്ല. പക്ഷെ സത്യം മരണമെന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, അവർക്ക് ഏകദേശം സത്യം മനസ്സിലായിട്ടുണ്ടാകും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.